അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി ഒന്നുമില്ല, നമ്മൾ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് ഗൈസ്. നമുക്കാണെങ്കിൽ ഇപ്പോൾ ഒട്ടും പൈസയും കാര്യങ്ങളൊക്കെ കുറവാണ് ഗൈസ്. ഇങ്ങനെ പണി നമുക്കൊരു KSRTC ബസ് എടുത്താലോ? ഓട്ടം പോയിട്ട് പൈസ ഉണ്ടാക്കിയാലോ? പക്ഷേ അത് പ്രശ്നമുണ്ടല്ലോ, അത് മേടിക്കാനായിട്ട് പൈസ വേണം. എനിക്ക് ഞാൻ ലോട്ടറി എടുത്താന്ന്, അത് അടിച്ചാ നോക്കാടാ. നോക്കാന്നാ വേഗം അടിച്ചാ എത്ര? 2 ലക്ഷം. 2 ലക്ഷമോ? 5 ലക്ഷം 2 ലക്ഷം നോക്കി. 5 ലക്ഷം. നമുക്ക് ഓടി പൈസ KSRTC എടുത്തിട്ട് നമുക്ക് പ്രൈവറ്റ് ബസ്സും കൂടി എടുക്കാം. പൈസ കിട്ടിയിട്ട് നമുക്കൊരു ടൂറിസ്റ്റ് ബസ് എടുക്കാം. പൈസ നമുക്ക് നേരെ ഫോൺ എടുത്ത് വല്ല KSRTC വല്ല കൊടുക്കാനുണ്ടാവും നോക്കി. നല്ല KSRTC കൊടുക്കുന്നുണ്ട്, അതെടുത്താലോ? എത്ര രൂപ ബഡ്ജറ്റ് നോക്കി? 1,50,000. സെക്കൻഡ് ഹാൻഡ് അല്ലേ? നമുക്കതെടുക്കാം. നിൽക്കുന്ന പോയി. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ബസ് വാങ്ങിക്കാൻ പോയിട്ട് വരാം. അപ്പോൾ നമുക്ക് ബസ്സിൻ്റെ അവിടെ വെച്ചിട്ട് ബസ് നാളെ എടുക്കാൻ പോകുന്നത്. KSRTC പാട്ടൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ, പക്ഷേ അത് ശരിയാക്കി എടുക്കണം മാത്രം. ശരിയാക്കി കുറച്ച് കംപ്ലൈൻറ്റ് ഉണ്ടല്ലോ എടാ ചെയ്യാൻ. അയാളെ വിളിച്ചിട്ട് പറയാം വണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ വരാമെന്ന് പറയാം. ഹലോ ചേട്ടാ, KSRTCക്ക് വേണ്ടി പറഞ്ഞോ. KSRTCക്ക് വേണ്ടി വിളിച്ചാണ്. ഇതുണ്ടാ മക്കളെ, നിങ്ങൾ നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഒരു ബസ് ഉണ്ട്, നിങ്ങൾ വന്നാൽ മതി. ഓക്കെ വേഗം വാ. ഓക്കെ, അപ്പോൾ ഗൈസ് വണ്ടി സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നേരെ ഈ വണ്ടിയുടെ അടുത്തോട്ട് പോവാം. അപ്പോൾ ഓക്കെ ഗൈസ്, വണ്ടിയുടെ അടുത്തോട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ബസ് വാങ്ങിക്കാൻ എത്തിയാലുണ്ട്. ആ ചേട്ടനോട് വിളിച്ചേ ബസ് കണ്ടിട്ടാ. ഹലോ ചേട്ടാ ബസ് എടുക്കണേട്ടാ, ബസ് എടുക്കണേ എടുത്തോട്ടെ, പൈസ കിട്ടുന്നു. അപ്പോൾ ഓക്കെ ആ ചേട്ടൻ പറഞ്ഞ ജീപേ ചെയ്താൽ മതി. ബസ്സിൻ്റെ താക്കോലൊക്കെ ബസ്സിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് അല്ലേ ചെയ്യാനേ പറഞ്ഞ ഗൈസ്. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഈ ഞാൻ മാത്രമേ ഇവിടെ മുഖം കാണിക്കണുള്ളൂ, അവന്മാർക്കൊന്നും ഭയങ്കര നാണമാണ് ഗൈസ്. നമുക്ക് നേരെ പാലുണ്ണിൻ്റെ വണ്ടി എടുത്തോണ്ട് പോവാം ഗൈസ്. ഈ വണ്ടി ശരിക്കും പോലെ ഇതും ചെയ്യാൻ്റെ തന്നെയാണ്, കാരണം ഈ പാലുണ്ണിക്ക് ലോട്ടറി അടിച്ചപ്പോഴാണ് ഈ വണ്ടി വാങ്ങിക്കാൻ കിട്ടുന്നത്. ശരി, പാലുണ്ടി വാങ്ങാം ഗൈസ്. നിങ്ങൾ കമന്റ് ചെയ്യും ഇവരെ പാലുണ്ടിന്ന് വിളിക്കണം, പാലുണ്ണിന്ന് വിളിക്കണം. പിന്നെ റോഡ് ടു 10 സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഗൈസ്, അപ്പോൾ നമുക്ക് ബസ് നാട്ടിൽ എത്തിക്കാം ഗൈസ്. നമുക്ക് ബസ് ഓടുക. നമുക്ക് ഇപ്പം എത്ര ദൂരമുണ്ട് കയ്യിൽ? ബാക്കി എന്താ കുറച്ച് പൈസ കൂടി ഇല്ലേ? പൈസ ഉണ്ട്. ഒരു ദിവസം വയ്ക്കാനുള്ള പൈസ നമുക്കൊരു പ്രൈവറ്റ് ബസ്സും കൂടി വാങ്ങിച്ചാലാണ്. ടൂറിസ്റ്റിന് ഭയങ്കര ഓട്ടം കുറവാണ്ട, ടൂറിസ്റ്റ് നമ്മുടെ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഇതും കൂടി വാങ്ങിച്ചാലോ ചെയ്യാനേ? ഓക്കെ ഞാൻ വിളിച്ചു നോക്കട്ടെ. വിളിക്ക്. ആ ചേട്ടൻ ഇതന്നെ വേറൊരു ബസ് ഉണ്ടോ? ആ ചേട്ടൻ വേണ്ട, ഇപ്പം അയാളുടെ വേറെ എടുത്തെടുത്ത് സംസാരിച്ചു. ഹലോ ഹലോ ചേട്ടാ, ഞങ്ങൾക്കൊരു ബസ്സാണ് പറ്റി. ബസ് നമുക്ക് നോക്കട്ടെടാ, ഇവിടെ ഒരെണ്ണം കൊടുക്കാനിട്ടുണ്ട്. പക്ഷെ അയാൾ ഇച്ചിരി വല്ല പൈസ കൂട്ടിത്തരാന്നാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ പിന്നെ ഇച്ചിരി പൈസ കൂട്ടി തന്നെയാണെങ്കിൽ നമ്മ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. ഓക്കെ, കുറച്ച് കൂട്ടി തരാം. ആ ചേട്ടൻ എത്ര പറഞ്ഞേക്കണം? ഒരു ഇപ്പൊ നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ്? ഒരു 2 ലക്ഷം അത്ര സംതിങ്. ആ ചേട്ടൻ ഞങ്ങൾക്ക് എത്ര കാര്യമെന്ന് വെച്ചാൽ ഒരു 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ അല്ലേ? അതന്നെ മക്കളെ, 1 ലക്ഷം രൂപ എന്നാ ചേട്ടൻ പറഞ്ഞത്. നിങ്ങൾ 2 ലക്ഷം തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തരാം. അപ്പോൾ ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ നാളെ നമുക്ക് ലൊക്കേഷനൊക്കെ നാളെ തരാം. അപ്പോൾ നിങ്ങൾ വരുമോ? എന്നിട്ട് ഞങ്ങൾ എൻ്റെ ഒരു 2 കൂട്ടുകാരന്മാർ അവന്മാരുടെ അടുത്തൊന്ന് സംസാരിച്ച് നോക്കിക്കോട്ടെ. എടാ 2 ലക്ഷം മതി. 2 ലക്ഷം സ്പോൺസറാവും.
ഷോക്കാണോ 2 ലക്ഷം? 1 ലക്ഷത്തിൽ തരുമെന്ന് ചോദിച്ചു. ഇല്ല മോനെ, സെറ്റാണ്. 1 ലക്ഷത്തിലൊന്നും തരാൻ പറ്റില്ല. അത് അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. അതാണ് 1 ലക്ഷത്തിലൊന്നും തരാൻ പറ്റില്ല. പാട്ട വണ്ടിയാണെങ്കിൽ 1 ലക്ഷത്തിൽ ഞങ്ങൾക്ക് തന്നെ കേട്ടാ ചേട്ടാ. അതൊന്നും പറ്റൂല മോനെ. പാട്ട വേണം. അപ്പൊ നിങ്ങൾ വാങ്ങിക്കണ്ട. ഞാൻ മറ്റേ ഓക്കെ 2 ലക്ഷം തന്നെ. ആ അങ്ങനെ വഴിക്ക് വാ. ഓക്കെ, നാളെ വരാം. നാളെ വന്നം. നാളെ ഞാൻ ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം ബസ് അവിടെ ഉണ്ടാവും. ബസ്സിൻ്റെ ഉള്ളിൽ തന്നെ താക്കോലുണ്ടാവും. നിങ്ങൾ അതെടുത്തിട്ട് പൊക്കോ. പിന്നെ പൈസയൊക്കെ ഇപ്പം തന്നെ ഗൂഗിൾ പേ ചെയ്തോ. ഓക്കെ അയച്ചിട്ടുണ്ട്. ആ മോനെ, ഇവിടെ വീണിട്ടില്ല. വെയിറ്റ് ചെയ്യും. വീണ്. പിന്നെ ലൊക്കേഷൻ ഇട്ടാണോ ചേട്ടാ? ലൊക്കേഷൻ നമ്മൾ നാളെ ഇട്ടുതരും മോനെ. അപ്പോൾ ഓക്കെ, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ ബസ്സിൻ്റെ ഇവിടെ എത്തിയാറുണ്ട്. ചെക്കന്മാരൊക്കെ ബസ്സിൻ്റെ ഉള്ളിൽ ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യാനാണ് ഗൈസ്. പിന്നെ ഇല്ലേ, വണ്ടിക്ക് ചെറിയ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത് കണ്ട 2 ലക്ഷത്തിന് വർത്താണെന്ന് വെച്ചാൽ എനിക്ക് വറുത്തല്ലെന്നാണ്. നമ്മൾ നാട്ടിൽ കൊണ്ട് ശരിയാക്കണം ഗൈസ്. പിന്നെ നമ്മൾ വണ്ടി വാങ്ങിക്കണമെന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. വണ്ടി കൊള്ളാം. പിന്നെ ഞാൻ വന്ന വഴിക്ക് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കിയത്. പിന്നെ വന്ന വഴി കുറേ പേര് കൈ കാണിച്ചതാ. പിന്നെ ഞാൻ ചെയ്യാൻ പറയാതെ ഇവിടെ നിന്ന് നമുക്ക് ഓടിച്ചോണ്ട് പോകാമെന്ന് തോന്നി. എനിക്ക് തോന്നണേ അതാറ്റോന്ന് തോന്നണേ നിങ്ങൾ വന്നെടുത്തോന്ന് പറഞ്ഞത് വണ്ടി ഗൈസ് കണ്ട, ഇത് കണ്ട, കൊള്ളാം. കണ്ട കുറേ പേര് സിയാന് വായ നോക്കാനുള്ള പെണ്ണൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇച്ചിരി ഷോ കാണിക്കട്ടെ എനിക്ക്. ശരിക്കും ഷോ കാണിക്കണം. വെള്ളക്കടിയാ ഹോണക്കടിയാ. എൻ്റെ കൂടെ വേറൊരുത്തരും കൂടെ ഉണ്ട്. വായി നോക്കാം. ഷോൺ അക്കു ഡാടാ ടിക്കറ്റ് എടുക്ക്. ശരി, നിനക്കാണ് ടിക്കറ്റ് എടുക്കാനുള്ള ചോയ്സ്. ടിക്കറ്റ് ഒന്നുമില്ല. വിടറാ ഇവിടെ അങ്ങനെ ഇറങ്ങി പോയേക്കാം. നിർത്തണ വണ്ടി. പരട്ടക്കളവ് ഇറങ്ങി പോടാ. അപ്പൂപ്പന്മാരങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലടാ മോനെ. പൈസ അല്ലെങ്കിൽ പിന്നെ എന്ത് മോനെ അപ്പൂപ്പൻ പൈസ തരാം. വെയിറ്റ് ചെയ്യ. അപ്പൂപ്പനെ കയറി ഡോറ് തുറക്ക്. അപ്പൻ കേറിയോടാ സിയാനെ? കേറിയാടാ. കിട്ടി. കേറിയാ? പൈസ തന്നാ? അടുത്ത ആളത്തെ ടിക്കറ്റ് ചേച്ചി ടിക്കറ്റ്. മോനെ, ഇവിടെ ടിക്കറ്റ് എടുക്കാൻ പോലും പൈസ ഇല്ലാണ്ട് ഇരിക്കണാണ് മോനെ. ഇങ്ങോട്ട് ഓക്കെ, നിർത്തല്ലേ മോനെ, പ്ലീസ് മോനെ. അമ്മാമ്മയുടെ പൈസ ഇല്ലാത്തോണ്ടല്ലേ മോനെ. എടി ഇവരെനിക്ക് എന്താ പൈസ ഒന്ന് തരണോ? എടാ അത് കുഴപ്പമില്ലടാ, അമ്മാമ്മയില്ലേ, അവർക്ക് പൈസ ഇല്ലാത്തോണ്ടല്ലേ. ബാ ഇപ്പൊ നമുക്ക് പോവാം. വണ്ടി മേടിക്കാനൊന്നും കാശ് ഉണ്ടായില്ലേ? കുഴപ്പമില്ല. അമ്മാമ്മ നിങ്ങ ഇവിടെ ഇരുന്നോ, നിങ്ങ പൈസ ഒന്നും തരണ്ട. ഓക്കെ വീഡിയോ കട്ടെ. അമ്മാമ്മേ മര്യാദ ഇറങ്ങിപ്പോ. മോനെ അങ്ങനെയൊന്നുമില്ല. മര്യാദ ഇറങ്ങിപ്പോക്കോ മോനെ. ഇറക്കി വിടല്ലേ അമ്മാമ്മേനെ. അമ്മാമ്മക്ക് എവിടെയും പോകാനില്ല. അതൊന്നുമില്ല, മര്യാദ ഇറങ്ങിപ്പോക്കോ. ഡാസിയാനെ ചവിട്ടി വിടറാ. ഓക്കെ വീഡിയോ സ്റ്റാർട്ട്. അപ്പോൾ ഗൈസ് ആ അമ്മാമ്മ ബസ്സിനുള്ളിൽ തന്നെ ഉണ്ട്. അയ്യോ, ഇത്ര എടുത്ത വീഡിയോ കട്ടല്ലേ ഗൈസ്. ചെറുതായിട്ട് ഞാൻ അമ്മാമ്മനെ ചെറുതായിട്ട് തല്ലി പറഞ്ഞു വിട്ടു. അമ്മാമ്മ ഇപ്പോൾ എല്ലാ സ്റ്റോപ്പിലും അവിടെ നിൽക്കണം. വണ്ടി ഗൈസ് ചെറിയ കുറച്ച് കംപ്ലൈൻറ്റ്സ് ഒക്കെ ഉണ്ട്. വണ്ടിക്ക് വൈപ്പർ മര്യാദക്ക് ചെയ്യുന്നില്ല. അതായത് ഇച്ചിരി ഒടിഞ്ഞു പോയിട്ടുണ്ട് ഗൈസ്. അയ്യോ, റോങ് സൈഡായി പോയി അമ്മ. ലൈറ്റ് കത്തലുള്ള എന്താന്ന് അറിയാൻ പാടില്ല. അടിച്ചു പോയെന്ന് മറ്റേ ഇടിയിൽ അയാളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് കാണാൻ പറ്റാണല്ലോ പണ്ടാരം. നമുക്ക് പുറത്തിറങ്ങിയിട്ടൊന്ന് ശരിയാക്കി നോക്കിയാ. ടിക്കറ്റ് എല്ലാം എടുത്താ? ഓക്കെ, ഡോർ പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങിയാ? ഓക്കെ, അതൊന്ന് വണ്ടി എടുത്തിക്കോളാ. ഡോറെന്ന് പറഞ്ഞ് ഞാൻ ലൈറ്റ് ഒന്ന് ശരിയാക്കാൻ നോക്കട്ടെ. ഇല്ലാടെ ഇപ്പൊ നോക്കണ്ട. ഇപ്പൊ നമുക്ക് വണ്ടി കണ്ണ് കാണണ്ടേന്ന് ഓടിച്ചോണ്ട് പോവാം. അത് എവിടെയെങ്കിലും ഇടിക്കോളാം. എവിടെയെങ്കിലും ഇടിച്ചാൽ നമുക്ക് കാണിച്ചാവാം. ഇല്ലടാ, എനിക്ക് എന്നാലും പോസ്റ്റിലെ ലൈറ്റ് ഉള്ളതുകൊണ്ട് കാണാൻ പറ്റുള്ളൂ. വൈപ്പർ എങ്കിലും വർക്ക് അയച്ചെങ്കിൽ കൊള്ളായിരുന്നു ഗൈസ്. ഇത് വൈപ്പറും ഇല്ല.
അങ്ങനെ ഗൈസ് നമുക്കിനി ഇനി ഇതിനെ നെക്സ്റ്റ് പാർട്ട് വേറെ ചെയ്യാം. അപ്പോൾ ഗൈസ് ഇതേ ഏതോ ഒരു സ്ഥലത്ത് വണ്ടിക്ക് ലൈറ്റ് വർക്ക് ആവാത്തതുകൊണ്ട് ഗൈസ് ചെറിയ ഷോക്കുണ്ട്. അവിടെ ഇനി ഒരാളും കൂടി ഉള്ളട്ടാ. ഒരാളും കൂടെ ഉള്ള സ്റ്റോപ്പ് എവിടെയെന്ന് ചോദിച്ചു. സ്റ്റോപ്പ് കണ്ണന്മാരുടെ അവിടെ. കണ്ണന്മാരുടെ അവിടെ. കണ്ണന്മാർക്ക് ഇന്നൊരു 3 സ്റ്റോപ്പും കൂടെ ഉണ്ട്. അത് തന്നെ കണ്ണന്മാര് 3 സ്റ്റോപ്പ് ഇനി ആരും ഇല്ലടാ. ഉണ്ടാവുമായിരിക്കും. ഞാൻ നേരത്തെ നോക്കി. നമ്മൾ ഓട്ടം നിർത്താനുള്ള സമയമായി. ഓട്ടം നിർത്താലോ നമുക്കിപ്പോൾ. ഗൈസ് നമുക്കും പൈസ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഒരു ബസ് എടുക്കണം. 1S. ഇപ്പോൾ പൈസ കുറവാണ് ഗൈസ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ പോലത്തെ വേറൊരു ബസ് അവിടെ കൂടി അറിയാണ്ട് ഒന്ന് ബെല്ലടിച്ചത്. അതൊന്ന് നിർത്തിയില്ലല്ലോ. ഗൈസ് ഇവന്മാര് ഓട്ടോയൊക്കെ ചെയ്യാൻ എന്താണ്ട് സൗണ്ട്. എടാ വണ്ടി ചെറുതായിട്ട് ഒന്ന് ആക്സിഡന്റ് ആയി. വെറുതെ ആളെ കൊല്ലാൻ നോക്കാടാ. മര്യാദക്കല്ലെങ്കിൽ കമ്മീഷൻ എടുത്തോ, അല്ലെങ്കിൽ ഞാൻ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ അയ്യോ ചേട്ടാ ചതിക്കല്ലേ. നമ്മുടെ പൈസയൊന്നും ഇല്ലാത്ത. പൈസയൊക്കെ കുറവാണ് ചേച്ചി. ചേട്ടന് സോറി ചേച്ചി. ചേച്ചീനെ ചേട്ടാന്ന് വിളിച്ചു പോയി. സോറി. അത് വിട് ചേച്ചി. എന്താ ചേച്ചി? ഇല്ല മര്യാദക്കൊരു ഒരു 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 5000 രൂപ തന്നോ, അല്ലെങ്കിൽ ഞാൻ പറയും. ചേച്ചി എന്താ ചേച്ചി? 5000 ഒരു 100 രൂപയില്ല ചേച്ചി. അത് തന്നെ ചേച്ചീനെ തണ്ടായിരുത്താനോ ഇടിച്ചു ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്കോ? അതൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ പോയി ഷോണേ ആ ചേച്ചീനെ 2 കൊട്ടു പിടിച്ചിരിച്ച്. മോനെ അങ്ങനെയൊന്നും ചെയ്യല്ലേ. ഇറക്കി വിട്ടാ സീനില്ല. അത് ഇറക്കി വിടാമോ? ഇല്ല ഇറക്കിയൊന്നും വിടല. വാ നമുക്ക് പോവാം. എന്നാ ശരി ഇറക്കി വിട്ടോ. പക്ഷെ വണ്ടി നിർത്തുന്നില്ല. എടാ ഷോണേ നമ്പർ പ്ലേറ്റിൻ്റെ അകത്ത് വരെ പൊതിഞ്ഞ് വെച്ചാൽ അല്ലെങ്കിൽ ഒരു നമ്പർ പ്ലേറ്റ് ഫോട്ടോ എടുക്കും. ഇറക്കി വിട്ടോ അവരെ. ഇറക്കി വിട്ടോ. പൊതിഞ്ഞു പിടിച്ചു. നമ്പർ നീ ഇറങ്ങിയ ബസ് കണ്ട നമ്പർ പ്ലേറ്റ് പൊത്തിപ്പിടിച്ച്. ആ ദേ ചേച്ചി ഡോറൊക്കെ തുറന്നു കൊടുക്കുക. ചേച്ചി ഇറങ്ങിക്കോ. അപ്പോൾ ഓക്കെ ഞങ്ങൾ പോകണ്ടാ. അപ്പൂപ്പൻ മാത്രമേ ഉള്ളൂ. ഇനി അപ്പൂപ്പനെ കൂടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ് നമ്മൾ നേരെ ഇനി പോകുന്നു അടുത്ത യാത്രയിൽ. ഗൈസ് പിന്നെ നമുക്ക് ഇപ്പം എത്ര ഉണ്ടോ കയ്യിൽ ചെയ്യാൻ? ഞങ്ങളിപ്പോൾ 10,000 ഉണ്ട്. 10,000 അല്ലേ? ലാഭമാണ് നമുക്ക്. ഒരു ദിവസം 10,000 എന്ന് പറയുമ്പോൾ നാളെ 20,000. നമ്മുടെ പോലത്തെ ഒരു ബസ് പോകുന്നുണ്ട് ഗൈസ്. അത് ഏത് റൂട്ടാണ്? കോഴിക്കോടാ? എന്താ കോഴിക്കോട് ഗൈസ്. ഇവർ കോഴിക്കോട് നമ്മൾ എന്താ മധുര അങ്ങനെ എന്തോ. ഗൈസ് നമുക്ക് നേരെ ഇവിടെ നിന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. ഗൈസ് ചെറുതായിട്ടൊന്ന് പണി പാടിയിട്ടുണ്ട്. കുഴപ്പമില്ല. അത് നമുക്ക് ഇപ്പോൾ ചാടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് പിന്നെ എല്ലാം ലൈക്ക് അടിച്ചിട്ട് കാണും. കാരണം കുറേ വ്യൂസ് കയറാനുണ്ട്. അതാരും ലൈക്ക് അടിക്കണം ഗൈസ്. എന്താ അതന്നെ അതെല്ലാം അടിച്ചു വിട്ടാൽ ചെയ്യാൻ ഇതേപോലെ വളി വിട്ടു. ഡോറ് തുറന്നു കൊടുത്തേ. ഓക്കെ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.